ബാക്കി കഥ ഞാൻ പറയാം. ഞാൻ എഴുന്നേറ്റ് വന്നാൽ നിന്നെ സംരക്ഷിക്കുന്നു നീ പറഞ്ഞില്ലേ? അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ എഴുന്നേറ്റ് വന്നതാണ് ഞാൻ. എൻ്റെ അസുഖം മാറിയിട്ട് കുറച്ച് നാളായി. പക്ഷേ എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ മുഖം തെളിവുകൾ സഹിതം അച്ഛൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരവസരം കാത്ത് വയ്യാത്തവനായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു. നന്ദേട്ടാ, ഉഗ്രവശമുള്ള പാമ്പാണ് ഇവൾ. ഒരേ ഒരു അടിക്കുള്ള അവസരം കിട്ടും. ആ അടിയിൽ ഇവളുടെ പത്തി അടിച്ച് ചതയ്ക്കണമെന്ന് നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അച്ഛനറിയോ, 7 വർഷം അച്ഛൻ്റെ ഈ മകൻ എവിടേക്കും ഒളിച്ചോടി പോയതല്ല. സ്വന്തം ഭാര്യയായി ഇവൾ എന്നെ പൂട്ടിയിട്ടതാണ്. ഇപ്പോഴുള്ള തനി നിറം അച്ഛന് മനസ്സിലായില്ലേ? ഞാൻ സച്ചേട്ടനെയും ഈ വീടിനെയും അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് പോയപ്പോ എടുത്ത് എന്താ കരുതിയത്? എന്നേക്കുമായിട്ട് ഞാൻ ഈ വീട് വിട്ടു പോയതാണെന്നോ? ഒരിക്കലുമല്ല. ഈ വീടിനെയും ഇവിടെ ഉള്ളവരെയും നിങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള തെളിവുകൾ തേടി പോയതാ ഞാൻ. ഇപ്പൊ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ നിങ്ങളാണെന്നുള്ളതിന്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അച്ഛാ, എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് ആ ജോത്സ്യനെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ചത് ഈ ഏട്ടത്തിയാ. അവർ രണ്ടുപേരും ചേർന്ന് അച്ഛനെ ട്രാപ്പിലാക്കുമായിരുന്നു. അച്ഛാ, അത് മാത്രമല്ല, നമ്മുടെ ഫാക്ടറിയിൽ നടന്ന തീപിടുത്തത്തിന്റെ പിന്നിലും ദാ ഇവരാണ്. ആ മാനേജർ ഉപയോഗിച്ച് മനഃപൂർവ്വ ലൈസൻസ് പുതുക്കാതിരുന്നതും ഇവരാ. അങ്ങനെ അച്ഛനെ ജയിലിലടക്കാമെന്ന് ഇവര് കരുതി. സ്നേഹയുടെ പ്രഗ്നൻസി എങ്ങനെ ഇല്ലാതായി നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുന്നത്? ആരും അറിയാതെ മാംഗോ ജ്യൂസിൽ വിഷം കലർത്തിയതും ഇവരാ.
കഴിഞ്ഞ ദിവസം അച്ചു ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അവന്തികേട്ടത്തിന്റെ മുറി പരിശോധിച്ചു. അന്ന് ആ ജ്യൂസിൽ ചേർത്ത വിഷത്തിന്റെ ബാക്കി എനിക്ക് ആ മുറിയിൽ നിന്ന് കിട്ടി. എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കിയല്ലേ? കൂടുതൽ പണം കിട്ടിയാ ഇയാൾ ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊണ്ടുപോയി വിൽക്കും. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ വിശ്വസിക്കൂ. തന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? താൻ ഞങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ കുഞ്ഞിനെ അങ്ങനെ തരാൻ പറ്റില്ല. അല്ലെങ്കിൽ നിയമപരമായി ഇത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് തെളിയിക്കണം. ഞാൻ എന്തിനും തയ്യാറാ സാറേ, പക്ഷേ എന്റെ കുഞ്ഞിനെ എനിക്ക് തരണം. പണത്തിനോടുള്ള ആർത്തി മൂത്ത് സ്വന്തം കുഞ്ഞിനോട് പോലും ക്രൂരത കാണിച്ചവനാ താൻ. എത്ര പണം കിട്ടിയാലും എന്തൊക്കെ സൗകര്യങ്ങളിൽ വളരുമെന്ന് പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ ഒരച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് ആർക്കും കൊടുക്കില്ല. ശിവരാമേണ്ണ ഇപ്പൊ പൊയ്ക്കോ. എന്തായാലും കുഞ്ഞുങ്ങൾ രണ്ടും ഇവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടല്ലോ.